ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നു. ജമ്മുകാശ്മീരിന്റെ മുന്നേറ്റം തകർക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് അധിക കോച്ചുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വയനാട് ദുരന്തബാധിതരുടെ പട്ടികയിൽ 49 പേരെ കൂടി ഉൾപ്പെടുത്തിയതായി മന്ത്രി കെ രാജൻ. ISRO നാസ പ്രഥമ സംയുക്ത ദൌത്യം NISAR ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നു. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് ദീർഘിപ്പിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകളാണ് രാജ്യസഭയിൽ നടക്കുന്നത്. അനുച്ഛേദം 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മുകാശ്മീരിനുണ്ടായ മുന്നേറ്റം തകർക്കുകയായിരുന്നു പഹൽഗാം ആക്രമണത്തിലൂടെ ഭീകരർ ലക്ഷ്യമിട്ടതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ചയിൽ അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അല്പസമയത്തിനകം മറുപടി നൽകും. കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽ ശൃംഖലയുടെ DPR തയ്യാറാക്കുന്നത് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇതിൽ ഷൊർണൂർ മുതൽ മംഗളൂരു ഉൾപ്പെടെ വിവിധ റെയിൽ ലൈനുകളുടെ DPR നടക്കുകയാണ്. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് അധിക കോച്ചുകൾ അനുവദിച്ചതായും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. The entire railway network in Kerala has taken up DPR preparation of very important from Shornur to Mangalore 3rd and 4th line DPR is going on. Shornur to Ernakulam 3rd line DPR is going on. Shornur to Coimbatore 99 kilometers 3rd and 4th line DPR is being prepared. Ernakulam to Kayankulam 115 kilometer 3rd line DPR is being prepared. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരിലെ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. ദുരന്തബാധിതരുടെ ചികിത്സയ്ക്ക് 6 കോടി രൂപ അനുവദിക്കും. അടുത്ത മാസം 31 വരെ നടത്തുന്ന ഫയൽ അദാലത്തിന്റെ പുരോഗതി മന്ത്രിസഭായോഗം വിലയിരുത്തി. ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെ മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുവാനും തീരുമാനിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നിവാസികൾ. ദുരന്തബാധിത പ്രദേശത്ത് സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും ഇന്ന് നടന്നു. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു നാടിന് നടുക്കിയ സമാനതകളില്ലാത്ത ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട്. അതിരാവിലെ മുതൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് അവർ ഓടിയെത്തി. പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്ക് 11 മണിയോടെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും നടന്നു. കൂടി നിന്നവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു. തുടർന്ന് മേപ്പാടി MSM ഹാളിൽ അനുസ്മരണ സമ്മേളനവും നടന്നു. മന്ത്രിമാരായ കെ രാജൻ, OR കേളു, മുഹമ്മദ് റിയാസ് എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു. വയനാട് ദുരന്തബാധിത പട്ടികയിൽ ഉൾപ്പെടാത്ത 49 പേരെ കൂടി പുതുതായി ചേർത്തതായി റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തുമല ഹൃദയഭൂമി സ്മാരകമാക്കുമെന്നും ഇതിനായി 93 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മേപ്പാടിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു. DDMA ശുപാർശ ചെയ്ത 48 ഗുണഭോക്താക്കളെയും പിന്നീട് അതിന്റെ കൂട്ടത്തിൽ ഹിയറിംഗിൽ വന്ന ഒരാളെയും ഉൾപ്പെടെ 49 പേരെ കൂടി ഗുണഭോക്തൃ ലിസ്റ്റിലേക്ക്, പുതിയ പുനരധിവാസ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനും ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തെ സമഗ്ര വികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നാളെ നടക്കും. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 177 കോടി രൂപ ചെലവഴിച്ചാണ് തുറമുഖം ഗ്രീൻ ആന്റ് ബ്ലൂ പോർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. വിവിധ സഭാ നേതാക്കളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം ഛത്തീസ്ഗഡ് സംഭവത്തിൽ പ്രതിഷേധിച്ച് KPCCയുടെ നേതൃത്വത്തിലും രാജ്ഭവൻ മാർച്ച് നടത്തി. യമനിലെ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന വാദം തെറ്റെന്ന് വിദേശകാര്യ മന്ത്രാലയം. തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കരുതെന്നും മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം നാളെ പൂർത്തിയാകും. ഓഗസ്റ്റ് 1-ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. 2-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കുന്നതിന് സജ്ജമാക്കിയിരിക്കുന്ന 112 സംവിധാനം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ്. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഈ സേവനത്തിന്റെ ദുരുപയോഗം ശിക്ഷാർഹമാണെന്നും അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ISROയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൌത്യമായ NISAR ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. സസ്യജാലങ്ങളുടെ മാറ്റങ്ങൾ, മഞ്ഞുപാളികളിലുള്ള മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കുകയാണ് ഈ ഭൌമ നിരീക്ഷണ ദൌത്യത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തെ എല്ലാ KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസുകളിലും ഇനി പ്രത്യേക മൊബൈൽ നമ്പർ. KSRTCയുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. KSRTCയുടെ എല്ലാ സ്റ്റേഷൻ ഓഫീസുകളിലും പൊതുജനങ്ങൾക്കും യാത്രക്കാർക്കും നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന തരത്തിലാണ് പ്രത്യേക മൊബൈൽ നമ്പർ സംവിധാനം നടപ്പിലാക്കുന്നത്. നിലവിലെ ലാൻഡ് ഫോൺ സംവിധാനം അപര്യാപ്തമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് KSRTC മൊബൈൽ ഫോൺ സംവിധാനം ഏർപ്പെടുത്തുന്നത്. പുതിയ സംവിധാനത്തിലൂടെ യാത്രാവേളയിലെ സംശയങ്ങൾ, ടിക്കറ്റ് ബുക്കിംഗ്, ബസ് യാത്രാക്രമം, യാത്രാരീതികൾ, അടിയന്തര സാഹചര്യങ്ങൾ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ സംബന്ധിച്ച സംശയങ്ങൾക്ക് യാത്രക്കാർക്ക് നേരിട്ട് മറുപടി ലഭിക്കും. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. തീരമേഖല ഏറെ പ്രതീക്ഷയിലാണ്. ബോട്ട് യാർഡുകളിൽ ചില ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലാണ്. പെയിന്റിംഗ് ഉൾപ്പെടെ പൂർത്തിയായ ബോട്ടുകളിൽ ഇന്ധനം നിറച്ച് ഐസും മത്സ്യബന്ധന ഉപകരണങ്ങളും ആഹാര സാധനങ്ങളും കയറ്റി തുടങ്ങി. മത്സ്യസംസ്കരണശാലകളും പുതിയ സീസണിനായി സജ്ജമായി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലെ കളപ്പാറയിൽ കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റിലെ കെമിക്കൽ ടാങ്കിൽ വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം. സംഭവം ലേബർ കമ്മീഷണർ അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്നാർ ദേവികുളം റോഡിൽ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. മണ്ണ് ഭാഗികമായി നീക്കിയാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നത്. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ബോധവൽക്കരണ പരിപാടിക്ക് ഗുരുവായൂർ ലിറ്റിൽ ഫ്ളവർ കോളേജിൽ തുടക്കമായി. വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ, ഫോട്ടോ പ്രദർശനം, കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിറപുത്തരിയോടനുബന്ധിച്ച് ഇന്ന് പ്രത്യേക ചടങ്ങുകൾ നടന്നു. ശബരിമല സന്നിധാനത്ത് നടന്ന നിറപുത്തരി പൂജകളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഇന്ന് രാത്രി 10-ന് നട അടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനക്ഷേമകരമായ പദ്ധതികൾ സാധാരണക്കാരിൽ എത്തിക്കാൻ BJP തിരുവനന്തപുരം സിറ്റി ജില്ലയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് മുൻ പാർലമെന്റ് അംഗം ഡോക്ടർ P. പൂക്കുഞ്ഞിക്കോയ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. അമിനി ദ്വീപിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു അന്ത്യം. 2004-ൽ ജനതാദൾ യുണൈറ്റഡിനു വേണ്ടി മത്സരിച്ചാണ് P. പൂക്കുഞ്ഞിക്കോയ ലോക്സഭയിൽ എത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ വൈകിട്ട് 3:30-ന് ഓവലിൽ ആരംഭിക്കും. പരമ്പരയിൽ 2-1-ന് ഇംഗ്ലണ്ട് മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 144 പോയിന്റ് ഉയർന്ന് 81,482-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 34 പോയിന്റ് നേട്ടത്തിൽ 24,855-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില പവന് 480 രൂപ വർദ്ധിച്ച് 73,680 രൂപയും ഗ്രാമിന് 9,210 രൂപയുമാണ് ഇന്നത്തെ വില. ജനങ്ങൾക്ക് സുരക്ഷിതവും ഫലപ്രദവും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൌന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വീണ ജോർജ്. നിയമം ലംഘിച്ചവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പേരുൾപ്പെടുത്താൻ ഇതുവരെ ലഭിച്ചത് 3.25 ലക്ഷത്തോളം അപേക്ഷ. ഓഗസ്റ്റ് 7 വരെ പേര് ചേർക്കുവാനും തിരുത്തുവാനും അവസരമുണ്ട്. 30-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടരുന്നു. ജമ്മുകാശ്മീരിന്റെ മുന്നേറ്റം തകർക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് അധിക കോച്ചുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വയനാട് ദുരന്തബാധിതരുടെ പട്ടികയിൽ 49 പേരെ കൂടി ഉൾപ്പെടുത്തിയതായി മന്ത്രി കെ രാജൻ. ISRO നാസ പ്രഥമ സംയുക്ത ദൌത്യം NISAR ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.